ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഒരു ഡേ ആണ്. കംപ്ലീറ്റ്ലി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ഭാഗങ്ങളൊക്കെ മിസ്സിങ് ആണ്. കാരണം ഞാൻ അവിടെ കഷ്ടിച്ച് ഒരാഴ്ചയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനിടയ്ക്ക് എനിക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ വാഷ്റൂമിൽ പോവുക, ബ്രഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ചെയ്യുന്ന പോലെ. ഞാനൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നീട് കർട്ടൻസൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് പിന്നെ നേരെ ഞാൻ അടുക്കളയിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഞാൻ റൂമിലോട്ട് വരാറുള്ളൂ. അപ്പം ഞാൻ വന്നു കഴിയുമ്പോഴത്തേനും ഫുൾ റൂം ഒന്ന് ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യും. പിന്നെ എൻ്റെ ബാഗ്, ഞാൻ കൊണ്ടുപോയ ബാഗ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കും. പക്ഷേ അതിനുള്ളിൽ ഞാൻ തിരിച്ചിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ്. അതാണ് ഏറ്റവും വലിയ രസം. ഞാൻ കഷ്ടിച്ച് ഒരാഴ്ച അവിടെ നിന്നിട്ടുള്ളൂ. അപ്പം അതിന് മുന്നേ തന്നെ ഞാൻ തിരിച്ച് റിട്ടേണിങ് വന്നു. അപ്പം അതിനുള്ളിൽ നടന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ട് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഒരു 11 മണിയോടുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ 2 ദിവസം ഫുൾ ക്ലീനിങ് ആണ്. ഫുൾ ഞാനെല്ലാം എനിക്ക് 2 സെറ്റ് കർട്ടൻസ് ഞാനിടും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് മൈഗ്രെയിനുണ്ട്. അപ്പോൾ എനിക്ക് ലൈറ്റ്സ് കണ്ടു കഴിയുമ്പം, അതായത് സൺലൈറ്റ് ആണെങ്കിലും കണ്ടു കഴിയുമ്പോഴത്തേന് പിന്നെ അന്നത്തെ ദിവസം എന്നെ ഒന്നിനും കൊള്ളത്തില്ല. അപ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു കർട്ടനേ ഉള്ളായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഷിയർ ആയിട്ടുള്ളൊരു കർട്ടനായിരുന്നു. അപ്പം ഞാനും അച്ഛയും കൂടി പല കർട്ടൻസ് മാറ്റിയിട്ട് ഏത് കർട്ടൻസ് എവിടെ അകത്തിട്ടാലോ പുറത്തിട്ടാലാണോ ലൈറ്റ്സ് അകത്തോട്ട് വരാത്തതെന്ന് നോക്കി അങ്ങനെ ബ്ലറായിട്ട് ഇട്ടേക്കും കേട്ടോ ആ മുറി. വെച്ചാൽ ഇരുട്ട് പോലെ. കാരണം എനിക്ക് ഒട്ടും പറ്റത്തില്ല വെട്ടം. ഒരുപാട് വെട്ടം അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അന്നത്തെ ദിവസം എൻ്റെ പോക്കാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലും 2 സെറ്റ് കർട്ടൻസ് ഉണ്ട്, ഇവിടെയും ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഞങ്ങളുടെ മുറിയിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിലെല്ലായിടത്തും 2 സെറ്റ് കർട്ടൻസാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ആദ്യം തന്നെ കഴുകാനുള്ളത് മെഷീനകത്ത് ഇടുവാണെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേന് കഴുകി ഉണങ്ങി വരുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ പണി ചെയ്തു. പിന്നെ ഞാൻ പോകുമ്പോഴത്തേന് മടക്കാനുള്ള തുണിയൊന്നും മടക്കാതെ അലമാരയിൽ കുത്തി നിറച്ചിട്ടിട്ടാണ് പോയിരിക്കുന്നത്. അതെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. പോകാനുള്ള വ്യഗ്രതയിൽ ധൃതിയാണല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ള ഒരിതാണല്ലോ. അപ്പം നമ്മൾ ഒന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ അലമാരയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അത് തന്നെ ഒരു പണിയാണ് കേട്ടോ. എല്ലാം ഒരുപാട് വർഷമായിട്ടുള്ള ടോപ്സാണ് കേട്ടോ എൻ്റെ കയ്യിൽ. ഞാനങ്ങനെ ഡ്രസ്സ് നശിപ്പിച്ച് കളയാറില്ല. എൻ്റെ കയ്യിൽ കുറേ നാൾ മുന്നത്തെ ഡ്രസ്സ് വരെ ഉണ്ട്. ഞാൻ വണ്ണം വെച്ചാലും മെലിഞ്ഞാലും ഒന്നും ഞാൻ ആ ഡ്രസ്സൊന്നും കളയാറില്ല. ദേ പല്ല് ചരച്ചു സത്യം. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും, ഒന്നും നശിപ്പിച്ച് കളയാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ കുറേ എണ്ണം എനിക്കിപ്പം ഭയങ്കരമായിട്ട് ലൂസാണ്. പിന്നെ കുറേ എണ്ണം തയ്ച്ചിട്ട് ശരിയാവാത്തതുണ്ട്. എങ്കിലും അത് കളയാനൊരു മനസ്ഥിതി വരുമല്ലോ പറയത്തില്ലേ. പിന്നെ എനിക്ക് ചേരത്തില്ലാത്തത്, തീരെ പറ്റില്ലാത്തത് ഞാൻ കൊടുക്കും കേട്ടോ. നവജീവനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളിടത്ത് ഞാൻ കൊടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പം തുണിയൊന്ന് ഒതുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ എൻ്റെ കട്ടിൽ പകുതി ഫ്രീ ആവും. നിങ്ങളെൻ്റെ കട്ടിൽ കണ്ടല്ലോ. ഞാൻ ഇവിടുന്ന് ഒരു ലോഡ് അങ്ങോട്ട് കൊണ്ടുപോകും, അവിടുന്ന് ഒരു ലോഡ് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഈ നാരായണത്തെ ഭ്രാന്തൻ ഈ കല്ലുരുട്ടി കയറ്റും എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ അലമാരി ഒരു വിധം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഓരോ കമ്പി ഇഴകൾ തുടയ്ക്കുക എന്നുള്ളതാണ്. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഈ റൂമിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. ഈ റൂം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ റൂമായിരുന്നെങ്കിൽ അതിനോടൊരു അറ്റാച്ച്മെൻറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, സ്വന്തം റൂമിനോടൊരു അറ്റാച്ച്മെൻറ്റ് വരുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ മാക്സിമം ഇത് റൂം ഒട്ടും പൊടി പിടിപ്പിക്കാതെ നശിപ്പിക്കാണ്ട് അങ്ങനെ കൊണ്ട് നടക്കുന്ന, എൻ്റെ പൊന്നോമനയായിട്ട് കൊണ്ട് നടത്തുന്ന ഒരു റൂമാട്ടോ ഇത്.
എനിക്ക് തോന്നുന്നത് ഞാൻ എത്രത്തോളം ഭംഗിയായിട്ട് ഇടാവോ അത്രത്തോളം ഞാൻ എൻ്റെ റൂം ഭംഗിയായിട്ട് ഇടാറുണ്ട് കേട്ടോ. അത് അച്ഛൻ എപ്പോഴും പറയാറുള്ള കാര്യം അല്ലേ അച്ഛേ? എന്താണ് അച്ഛൻ്റെ വീഡിയോ ആണെന്നറിയാം, അതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത്, അല്ലാണ്ട് അച്ഛനെ എടുത്തോണ്ടായിട്ട് ഞാൻ ചോദിച്ചതല്ല. അപ്പം ഞാൻ മടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം. 2 ജനൽപ്പാളിയുണ്ട്, അതായത് 6 സെറ്റ് ജനലുണ്ട്. അപ്പം അത് തുടച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ കൈ നല്ലോണം കഴയ്ക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ എല്ലാം തുടച്ച് എനിക്ക് ഒട്ടും പൊടിയില്ലാണ്ട് അന്നത്തെ ആ ദിവസം കിടക്കാന്ന് വെച്ചാൽ ഭയങ്കര പോസിറ്റീവ് എനർജി. സത്യം പറഞ്ഞാൽ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്കിപ്പോൾ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിരി വരിക. ഒരു ബെഡ്ഷീറ്റ് ചുളുങ്ങിയാലോ അല്ലെങ്കിൽ പുതപ്പ് അങ്ങോട്ട് മാറിയാലോ ഒക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ അച്ഛൻ ശരിയാക്കിയിട്ടില്ല, ഞാൻ ശരിയാക്കിയിട്ടില്ല, അങ്ങനെയൊക്കെ കുറ്റം പറയാനും. സത്യം പറഞ്ഞാൽ ഇപ്പം അച്ഛനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ പറയാനായിട്ടുള്ളൊരു സ്പേസ് ഇപ്പം ഇല്ല. ആളില്ലാത്തതിൻ്റെ മിസ്സിങ് എനിക്ക് ഭയങ്കരമായിട്ട്, എസ്പെഷ്യലി ഹസ്ബൻഡ് വീട്ടിൽ വരുമ്പോൾ കേട്ടോ, ഭയങ്കരമായിട്ടുണ്ട്. കാരണം എവിടെ തിരിഞ്ഞാലും ഞങ്ങളുടെ മുറിയിൽ ചുറ്റും ഞങ്ങളുടെ തന്നെ ഫോട്ടോസാണ്. അപ്പം എവിടെ തിരിഞ്ഞാലും അച്ഛയെ കാണും. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അച്ഛയെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ കുറച്ച് മാറാലയൊക്കെ തട്ടാനുണ്ടായിരുന്നു, അതൊക്കെ തട്ടി. പിന്നെ ഞാൻ കമ്പി തുടച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അടിക്കുന്നത്. ഒന്ന് അടിക്കും, ഒന്ന് പെരയ്ക്കുക, അടിക്കും, അത് കഴിഞ്ഞിട്ട് തുടയ്ക്കും, പിന്നെ ഒന്നുകൂടെ അടിക്കും കേട്ടോ. കാരണം തുടച്ച് കഴിഞ്ഞാൽ പിന്നെ മുടിയൊക്കെ പുറകോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ 2 തവണ അടിക്കും. അപ്പം കട്ടിലൊക്കെ ഓൾമോസ്റ്റ് ഞാനൊന്ന് ക്ലിയർ ആക്കി. എങ്കിലും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലേ, സ്വന്തം വീട്ടിൽ നിന്നിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് കുറച്ചൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്, എസ്പെഷ്യലി ഈ മുറിയിനോട്. ഭയങ്കര ഒട്ടും പൊടിയില്ലാണ്ട് ഞാൻ മാക്സിമം നോക്കാറുള്ളൂ. പിന്നീടാണെങ്കിൽ നേരത്തെ ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നപ്പോഴാണെങ്കിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. അച്ഛൻ വാക്വം വെച്ച് പിടിച്ചൊക്കെ തരുമായിരുന്നു. പക്ഷെ ഞാനങ്ങനെ വാക്വം ക്ലീനറൊന്നും യൂസ് ചെയ്യാറില്ല, എല്ലാം മാൻ പവറിലാണ്. അപ്പം അടിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മെഷീനകത്ത് തുണിയൊക്കെ അലക്കി വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് കരുതി. അപ്പം ഞാൻ ബെഡ്ഷീറ്റ്, നമ്മുടെ കർട്ടൻസ്, പിന്നെ മേശ, ഒരു കുഞ്ഞു മേശയുണ്ട്, ഇതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കർട്ടൻസ് എനിക്ക് വൈകിട്ടത്തേനും വേണം, ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുകയില്ല. നമ്മൾ മുറ്റത്ത് കിടന്നുറങ്ങത്തില്ലേ, അങ്ങനെ ഒരു ഫീലായിരിക്കും. ഈ ആദ്യത്തെ 2 ദിവസം എന്ന് പറഞ്ഞാൽ ഫുൾ ഹെക്റ്റിക്കാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ക്ലീനിങ്ങിന് വേണ്ടി മാത്രമാണ്. ഇനി എനിക്ക് മാറ്റ് കഴുകാനുണ്ട്, റൂമിൽ ഉള്ള മാറ്റ് വരെ. ഞാൻ അത്രയ്ക്കും ഒരു ഇതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു ക്ലീൻലിനെസ് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അതിന് നാളെ കഴുകാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. കാരണം മാറ്റും കൂടെ കഴുകാനുള്ള ആവതില്ല. അത് മെഷീനിലല്ല, കല്ലേ വേണം, ഉരച്ച് വേണം കഴുകാൻ വേണ്ടി. അപ്പം അത് പിറ്റേന്ന് കഴുകാമെന്ന് ഓർത്ത് അങ്ങനെ തുണിയൊക്കെ ഉണങ്ങി വന്ന് ഒരു തരത്തിൽ ഞാൻ പഴയപടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസത്തെയാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത്. പിറ്റേ ദിവസമാണ് നമുക്ക് കുറച്ച് ഗസ്റ്റുകൾ വരാൻ പോകുന്നുണ്ട്. അതായത് നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരൊക്കെ വീട്ടിൽ വരുന്നുണ്ടായിരുന്നു. അപ്പം അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു കുക്കർ വാങ്ങിക്കാൻ പോവുകയാണ്. അതിനാണ് ഞാൻ ഇത്രയ്ക്കും ഒരുങ്ങി പിടിച്ച് പോകുന്നത്. പണ്ടിങ്ങനെ പറയത്തില്ലേ, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന്, ആ ഒരു പോളിസിക്കാരി കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. അച്ഛയും ഞാനും രാത്രി പണ്ട് എന്നും എന്ന് പറഞ്ഞാൽ എന്നും ബൂസ്റ്റർ ചായ, കോട്ടയത്തുള്ളവർക്കാണ് അറിയാം, ചായ കുടിക്കാൻ പോയത്. അന്നേരം ഞാൻ ഇട്ട ഡ്രസ്സിൽ പോകുമായിരുന്നു. അച്ഛൻ ഭയങ്കര വെൽ ഡ്രസ്സായിട്ട് ഭയങ്കര സെറ്റപ്പിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ അച്ഛയ്ക്കൊരു കുറച്ചിൽ വരരുതല്ലോ എന്ന് ഓർത്തിട്ട്, അങ്ങനെയല്ല, അവൻ്റെ ഭാര്യ ഇന്നിട്ട് വെച്ച് കണ്ടായിരുന്നു, അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം ഞാൻ കണ്ണൊക്കെ എഴുതി സുന്ദരിയായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഇവിടുത്തെ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ കഷ്ടിച്ച് ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ
കിച്ചണിലെ കാര്യങ്ങളും എടുത്തിട്ടില്ല. അപ്പം മുഴുവനായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ഇതിനകത്ത് പ്രതീക്ഷിച്ച് ആരും ഇരിക്കരുതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താ പറയുക, അപ്പോൾ ഞങ്ങൾ ഇത് വൈകിട്ടാട്ടോ, അന്ന് വൈകിട്ടാണോ അതോ പിറ്റേന്ന് വൈകിട്ടാണോ എന്നറിയത്തില്ല, അങ്ങനെ അടുപ്പിച്ചൊരു ദിവസമായിരുന്നു. പിന്നെ ആഴ്ച തന്നെയാട്ടോ ഞങ്ങൾ ഫ്ലവർ ഷോയ്ക്കും ഒരു ദിവസം പോയത്. അപ്പം അത്രയൊക്കെ ദിവസം ഞാൻ അവിടെ നിന്നുള്ളൂ. അത് കഴിഞ്ഞ് തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് വാസ്തവം. പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഞങ്ങൾ പോവാന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് ക്യാമറ നോക്കി പുഞ്ചിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാട്ടോ. അപ്പം ഞാൻ ഇനി പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ ഇപ്പം നമ്മൾ സെറ്റ് ആവണമെന്ന് പറയത്തില്ലേ, അങ്ങനെ കുറച്ച് ദിവസം എടുക്കും. അത് അങ്ങനെ സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ തിരിച്ചു വന്നു. അതാണ് പറ്റിപ്പോയത്. കാരണം അച്ഛൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ലോൺലിനെസ്സും ഭയങ്കര ഒരു മിസ്സിങ്ങും അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അവിടുത്തെ വീഡിയോസ് എടുക്കാഞ്ഞത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അപ്പം അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തിനും സപ്പോർട്ടാണ്. ഇപ്പം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പുറകെ നടന്ന് എല്ലാ കാര്യങ്ങളും എടുത്തു തരും. അങ്ങനത്തെ ഭയങ്കരമായിട്ട് കോപ്പറേറ്റീവാണ്. ഞാൻ നേരത്തെ വണ്ടർലായുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്താ പറയുക, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ ട്രൈപോഡ് വെച്ച് അങ്ങനെയാണ് എടുക്കാറ്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റീൽസിനകത്തൊക്കെ കാണത്തില്ലേ, എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോയാൽ ഹസ്ബൻഡ്സ് ഇങ്ങനെ പുറകെ നടക്കുന്ന അതുപോലെ ആയിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അച്ഛയ്ക്ക് ഇരിക്കാനായിട്ട് നേരമില്ല. കാരണം ഞാൻ അങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോ എടുത്ത് വെച്ചേ, ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഒന്ന് എടുത്ത് വെച്ചേ, അങ്ങനെ പറഞ്ഞ് അച്ഛൻ പിന്നെ അത് യൂസ്ഡ് ആയി. അച്ഛൻ പറയും, നീ അവിടെ നിൽക്ക്, അവിടെ നിന്നാൽ നല്ല ഫോട്ടോ കിട്ടും, നീ ഇവിടെ നിൽക്ക്, ഇവിടെ നിന്നാൽ നല്ല ഫോട്ടോ കിട്ടും, അങ്ങനെ പറയാൻ തുടങ്ങി. കാരണം അങ്ങനത്തെ ഒരു ശൈലിയിലേക്ക് ഞാൻ ആക്കിയെടുത്തു എന്ന് വേണം പറയാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പുറകിലൊരു ഇത് കണ്ടല്ലോ, ഒരു കയ്യിൽ ഒരാൾ ഇങ്ങനെ കുറച്ച് ഫ്ലേവറായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അത് അച്ഛൻ വരച്ച ഫോട്ടോ ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഫോട്ടോ അല്ല, അച്ഛൻ വരച്ചതാണ്. മാർക്കർ വെച്ച്, പെർമനൻറ്റ് മാർക്കർ വെച്ച് അച്ഛൻ വരച്ചതാണ്. അച്ഛൻ നല്ലോണം വരയ്ക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് അച്ഛനെ വീഴ്ത്തിയത്. അതൊക്കെ ഒരു കഥ. അപ്പം ഞാൻ റെഡി ആവാൻ എനിക്ക് ഒത്തിരി ടൈമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് 5 മിനിറ്റ് മതി. നേരത്തെ എനിക്ക് ഒത്തിരി ടൈം വേണമായിരുന്നു. പക്ഷെ അച്ഛൻ്റെ കൂടെ കൂടി പിന്നെ ഞാനെല്ലാം പടപടയെന്നാണ്. കാരണം അച്ഛൻ പെട്ടെന്ന് ഒരുങ്ങും, എന്നിട്ട് പിന്നെ ഞാൻ ഒരുങ്ങിയില്ലേ. ഈ ബട്ടർഫ്ലൈനെ കണ്ടോ, ഇതും അച്ഛൻ വരച്ച കേട്ടോ, ബാക്കിൽ കാണുന്നത്. എന്ന് വെച്ചാൽ പെർമനൻറ്റ് മാർക്കർ വെച്ച് വരച്ചതാട്ടോ. എൻ്റെ കട്ടിൽ കുറച്ച് മെസ്സാണ്, അത് നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്തേക്കുക. അങ്ങനെ ഞങ്ങൾ നേരെ മയൂരിയിലേക്കാണ് പോയത്. അവിടെ ഇങ്ങനെ പഴയ പാത്രങ്ങൾ എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് പൈസ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പം നമുക്കൊരു കുക്കറായിരുന്നു വാങ്ങിക്കേണ്ടത്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു കുക്കറൊക്കെ കൊടുത്തു, അതിൻ്റെ കൂടെ എന്തൊക്കെയൊക്കെയോ കൊടുത്തു. അന്നേരം നമുക്ക് കിട്ടിയത് 300 സംതിങ് രൂപയാണ്, 340 രൂപയാണ് കിട്ടിയത്. അപ്പം പരസ്യം മാത്രമേ ഉള്ളൂ, കൂടുതലും ഒന്നും എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ നടന്നപ്പോൾ ഇത് കണ്ടു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ വില കണ്ടപ്പം എനിക്ക് ആ ഇഷ്ടം അങ്ങോട്ട് പോയി കേട്ടോ. 450 രൂപയാണ്, 390 രൂപയ്ക്കാണ് തരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് കുക്കർ മാത്രമേ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ കുക്കർ മാത്രം, പിന്നെ നമ്മളൊരു മാറ്റും വാങ്ങിച്ചു. കാരണം അച്ഛനൊക്കെ വരുന്നതുകൊണ്ട് കുറച്ചൊന്നും വൃത്തിയാകണ്ടേ, അതിന് വേണ്ടി അത് രണ്ടും വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വ്ളോഗ്. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം.